വെൽക്കം ടു ദ ക്ലാസ്. ഇന്ത്യൻ പീനൽ കോഡ് എന്നുള്ള വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ ഒരു ചെറിയ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോണത് സെക്ഷൻ 504 ഇന്ത്യൻ പീനൽ കോഡിൽ പറയുന്ന ഇന്റൻഷണൽ ഇൻസൾട്ട് എന്നുള്ള ഒഫൻസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സെക്ഷൻ 504. ഓക്കെ, ഈ സെക്ഷൻ പ്രകാരം പറയുന്ന ഒഫൻസ് എന്താണ്? ഒരാളെ ഇൻസൾട്ട് ചെയ്യാം. എന്നാൽ എന്ത് തരത്തിലുള്ള ഇൻസൾട്ട് ആണ്? ഇൻസൾട്ട് ചെയ്യുന്നത് ഒരാളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് പ്രൊവോക്ക് ചെയ്യുന്നത്? അതായത് ഒരാളെ പ്രൊവോക്ക് ചെയ്തിട്ട് അയാളെ കൊണ്ട് ഒരു കുറ്റം ചെയ്യിക്കാനാണ്. ഈ കുറ്റം അതായത് ക്രമസമാധാനത്തിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ അയാൾ മറ്റേതെങ്കിലും തരത്തിലുള്ള കുറ്റം ചെയ്യുകയോ എന്തും ആവാം. അപ്പോ അതായത് ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇൻസൾട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാവണം. ഇൻസൾട്ട് ആവണമെങ്കിൽ അത് അബ്യൂസ്. എന്താണ് ഇൻസൾട്ട്? ഒരാളെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക. അപ്പൊ സാധാരണ നിലയ്ക്ക് ഈ ഇൻസൾട്ട് ആണോ, അതായത് ഈ 504 പ്രകാരമുള്ള ഒഫൻസ് ആവണമെങ്കിൽ അത്രയും അബ്യൂസീവ് ആയിട്ടുള്ള വാക്കുകളാവണം. അതായത് സാധാരണ നിലയ്ക്ക് ഒരാൾക്ക് കേട്ടാൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അതായത് ഒരു ഡീസന്റ് ആയിട്ടുള്ള സാമാന്യമായിട്ട് ഒരു നോർമൽ ടെമ്പറമെന്റ് ഉള്ള ഒരാള് കേട്ടാൽ അയാൾക്ക് സ്വതവേ ഉള്ള കൺട്രോൾ നഷ്ടപ്പെട്ട് അയാൾ എന്തെങ്കിലും ചെയ്യും. അത്തരത്തിലുള്ള ഒരു അബ്യൂസ് ഓഫ് ലാംഗ്വേജ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള എന്തെങ്കിലും കണ്ടന്റ് അയാളോട് പറയുകയോ അതല്ലെങ്കിൽ അത് അയാളുടെ ക്യാരക്ടറിനെ തന്നെ ഇടിച്ചു താഴ്ത്തുന്ന രീതിയിൽ, കണ്ടംപ്റ്റ് ആക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയുകയോ അയാൾക്കൊരു കണ്ടംപ്റ്റ് ഉണ്ടാവുന്ന രീതിയിൽ, അയാളെ വല്ലാതെ മോശമാക്കുന്ന രീതിയിൽ, അയാളുടെ മറ്റ് പബ്ലിക്കായിട്ട് അയാളുടെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന രീതിയിലോ അപമാനിക്കുന്ന രീതിയിലോ ഒക്കെ ഉള്ള എന്ത് തരത്തിലുള്ള പദപ്രയോഗങ്ങളോ പെരുമാറ്റ രീതികളോ ഒക്കെയും ഇൻസൾട്ട് ആവാം. പക്ഷേ ഇതൊക്കെയും എപ്പോഴാണ് ഈ 504ന്റെ പരിധിയിൽ വരുന്നത്? അതായത് ആ ചെയ്യുന്ന പ്രവൃത്തി അത്ര ഇന്റൻസ് ആണ്. അതായത് ഇത് കേട്ടതിന് ശേഷം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻസൾട്ടിന് ശേഷം സാധാരണ പോലുള്ള ഒരാൾ, അതായത് മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളെ പ്രൊവോക്ക് ചെയ്യാൻ കുറെ കൂടി എളുപ്പമുണ്ട്. അപ്പൊ ഈ ഒഫൻസ് പറയുന്നത് സാമാന്യം പോലുള്ള കൂൾ ടെമ്പറമെന്റ് ഉള്ള ഡീസന്റ് ആയിട്ടുള്ള ഒരാൾക്ക് പോലും ഇത്തരത്തിൽ സ്വന്തം പ്രവൃത്തിയുടെ മേലുള്ള കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് അയാൾ എന്തെങ്കിലും ചെയ്യും എന്ന രീതിയിൽ. അത് മാത്രം പോരാ, ആ ഇൻസൾട്ട് നടത്തുന്നത് ഒരു പ്രത്യേക ഉദ്ദേശം വെച്ചിട്ടാണ്. ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ഇൻസൾട്ട് ചെയ്യുന്നതല്ല, മറിച്ച് അയാളെ അത്രയും പ്രൊവോക്ക് ചെയ്യണം. അതായത് ആ പ്രൊവോക്കേഷൻ കാരണം ഇയാള് മറ്റെന്തെങ്കിലും ഒരു ഒഫൻസ് ചെയ്യണം. അപ്പൊ ഈ പ്രൊവോക്കേഷൻ ആണ് ഈ ചെയ്യുന്ന ആളുടെ ഉദ്ദേശം. അതായത് അതർവൈസ് മര്യാദയ്ക്കിരിക്കുന്ന ഒരാളെ കൊണ്ട് തെറ്റായ ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി അയാളെ ഇൻസൾട്ട് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ അയാൾ ചെയ്യുന്ന പ്രവൃത്തി മൂലം ഇപ്പോൾ നാട്ടിലുള്ള ക്രമസമാധാനത്തിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാവുകയോ അതല്ലെങ്കിൽ ഇയാൾ മറ്റേതെങ്കിലും തരത്തിലുള്ള കുറ്റം ചെയ്യുകയാണെങ്കിൽ ഈ ഇൻസൾട്ട് ചെയ്ത ആളുടെ കുറ്റം 504 പ്രകാരം ഇൻസൾട്ട് ടു കോസ് ആൻ ഒഫൻസ് എന്നുള്ള 504ലെ ഇന്റൻഷണൽ ഇൻസൾട്ട് എന്നുള്ള ഒഫൻസ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, സത്യത്തിൽ ഇത് 2 കുറ്റങ്ങൾ ഉണ്ട്. ഇതിൽ ഒരാള് മറ്റൊരാളെ കൊണ്ട് ഒരു കുറ്റം ചെയ്യിക്കുകയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ആദ്യം ചെയ്തയാൾ, അതായത് നമ്മൾ കുട്ടിക്കുരങ്ങിനെ കൊണ്ട് മാന്തിക്കുക എന്നൊക്കെ പറയില്ലേ, അതായത് അയാൾക്ക് ആ കുറ്റം ചെയ്യാൻ വയ്യ, മറിച്ച് മറ്റൊരാളെ പ്രൊവോക്ക് ചെയ്തിട്ട് ഒരു കുറ്റം ചെയ്യിക്കുകയാണ്. ഓക്കെ, ഇനി അത്തരത്തിലുള്ള 504 പ്രകാരം ഉള്ള ഒരു ഒഫൻസ് നോൺ കോഗ്നൈസബിൾ ആണ്, അത് ബെയിലബിളുമാണ്. അതുകൊണ്ട് അതിന്റെ പണിഷ്മെന്റ് എങ്ങനെയാണ്? മാക്സിമം 2 years ഇംപ്രിസൺമെന്റ് കിട്ടാവുന്ന ഒരു, അങ്ങനെ പറഞ്ഞാൽ അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം 2 വർഷമോ താഴെയോ ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളെ അത്ര സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആയിട്ടല്ല നമ്മൾ IPC പ്രകാരം കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നോൺ കോഗ്നൈസബിൾ ആണ്, ബെയിലബിളുമാണ്. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ 504 പ്രകാരം ഇന്റൻഷണൽ ഇൻസൾട്ട് എന്നുള്ള ഒഫൻസ് എന്താണെന്ന്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് യൂസ് ഓഫ് മൈ കമന്റ് ബോക്സ്. ഐ എം റിയലി ഹാപ്പി ടു ഹെൽപ്പ്.